നമ്മൾ സിമ്പിളായിട്ട് കുറച്ച് സാധനം കൊണ്ടുപോകുന്നുള്ളൂ. 2 ജോഡി ഷർട്ട്, ഒരു ജീൻസ്, പിന്നെ നമ്മൾ കുറച്ച് ഗാഡ്ജറ്റ്സ്, ഒരു പവർ ബാങ്ക്, വാച്ച്, ഹെഡ്സെറ്റ്, ചാർജർ, ക്യാമറ, പിന്നെ എൻ്റെ ഇരിക്കുന്ന ഈ ആക്ഷൻ ക്യാമറ, അത്രയും സംഭവങ്ങൾ നമ്മൾ കൊണ്ടുപോകുന്നുള്ളൂ. ഇപ്പോൾ നമ്മുടെ കൂട്ടുകാരൻ കൃഷി വന്നിട്ടുണ്ട്. ഒരു ആയോ നാളെ അപ്പോൾ നമ്മൾ പോവുകയാണ്. ഇപ്പോൾ പോവാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഫ്യൂവൽ ഫില്ല് ചെയ്യണം, എന്നിട്ട് നമുക്ക് റൈഡ് സ്റ്റാർട്ട് ചെയ്യാം. സോ ആ കാണുന്നതാണ് പമ്പ്, അവിടേക്ക് പോവാം. അപ്പോൾ ആദ്യം തന്നെ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് വിഷ്ണു, ഞാൻ ഒരു കോട്ടയംകാരനാണ്. എൻ്റെ ചാനലിൻ്റെ പേര് മോട്ടോ മഞ്ച്. ഞാൻ ആദ്യമായിട്ട് ഇടാൻ പോകുന്ന വീഡിയോ ഇത് തന്നെയായിരിക്കും. എന്നിടുമെന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പം ആദ്യത്തെ വീഡിയോ ആയതുകൊണ്ട് തെറ്റുകുറ്റങ്ങളൊക്കെ കാണും, അതൊക്കെ എല്ലാവരും ക്ഷമിക്കുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പം മുന്നോട്ടും വീഡിയോ ഒക്കെ ചെയ്യണമെന്നുണ്ട്. അപ്പം നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം. പിന്നെ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ വീഡിയോസ് ഇടാൻ ശ്രമിക്കും. 1153 രൂപ. എത്ര ലിറ്റർ ഉണ്ട്? 10 ലിറ്റർ ഉണ്ടല്ലേ. അപ്പോൾ അങ്ങനെ നമ്മൾ പെട്രോൾ അടിച്ച് നമ്മുടെ വണ്ടി ഇവിടെ ഇരിപ്പുണ്ട്. സോ നമ്മൾ നമ്മുടെ റൈഡ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അവൻ്റെ വണ്ടിയിൽ അവിടെ പെട്രോൾ അടിക്കുന്നുണ്ട്. സോ ഇപ്പോൾ പോവാം. അപ്പോൾ ദേ ഈ കാണുന്നതാണ് നാമ്പടം പാലം. ഇതിൻ്റെ റൈറ്റ് സൈഡിൽ തന്നെയാണ് നമ്മുടെ കോട്ടയം നെഹ്റു സ്റ്റേഡിയം ഒക്കെ വരുന്നത്. അപ്പോൾ ഗൈസ് നമുക്കിത് നല്ലൊരു മഴ കിട്ടി. റൈഡ് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്ത് കുറച്ചായതേ ഉള്ളൂ. 8 കഴിഞ്ഞേ ഉള്ളൂ. നമ്മളിപ്പോൾ പോകുന്ന റൂട്ട് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോട്ടയം, ഏറ്റുമാനൂർ, മൂവാറ്റുപുഴ, അങ്കമാലി, തൃശ്ശൂർ, പാലക്കാട്, കോയമ്പത്തൂർ, അങ്ങനെ ആ ഹൈവേ കയറിയാണ് പോകുന്നത്. ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് കുറച്ചായതേ ഉള്ളൂ. ഇനി നമുക്ക് പോകുന്ന വഴിക്ക് ഒന്ന് എയർ ചെക്ക് ചെയ്യണം, പിന്നെ ഒരു ചായയൊക്കെ കുടിക്കണം. അപ്പോൾ പൊക്കോണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഇത് നല്ലൊരു മഴ കിട്ടിയിട്ടുണ്ട്. റോഡൊക്കെ കണ്ട് മൊത്തം നനഞ്ഞ് മൊത്തം മഴയായിട്ട് ചെളിയാണ്. ഈ വലിയ ലോറിയൊക്കെ പോകുമ്പോൾ മുഖത്തോട്ടൊക്കെ നല്ല രീതിയിൽ ചെളി അടിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ല ഈ റൈഡ് പോകുന്നത്, എൻ്റെ കൂടെ എൻ്റെ ഫ്രണ്ടും കൂടെ ഉണ്ട്. ഇതാണ് ആളുടെ പേര് ക്രിസ്റ്റി എന്നാണ്. ഞങ്ങൾ ഒരുമിച്ചാണ് കോയമ്പത്തൂർ ശങ്കര കോളേജിൽ പഠിച്ചത്. ഞാൻ ഹോട്ടൽ മാനേജ്മെൻ്റ് ആണ് പഠിച്ചത്, BSc ആയിരുന്നു. ഇപ്പം കറൻ്റ്ലി ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കുട്ടിക്കാനം കുമളിയിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഗൈസ് നമ്മൾ നമ്മുടെ റൈഡ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് നല്ല രീതിയിൽ മഴ കിട്ടുന്നുണ്ട് കേട്ടോ. എല്ലായിടത്തും ഇല്ല, വിട്ടുവിട്ടാണ് പെയ്യുന്നത്. ചിലയിടത്ത് മഴ പെയ്ത് മാറിക്കഴിയുമ്പോഴാണ് നമ്മൾ എത്തുന്നത്. ചിലയിടത്ത് നമ്മൾ ചെല്ലുമ്പോൾ നല്ല മഴയുണ്ട്. എന്തായാലും കൊള്ളാം. അല്ലെങ്കിലും ഈ മോർണിംഗ് റൈഡ് എന്ന് പറയുന്നത് ഭയങ്കര രസമുള്ളൊരു കാര്യമാണ്. വലിയ വണ്ടി ശല്യമൊന്നും ഇല്ലാതെ ഇങ്ങനെ നമുക്ക് എൻജോയ് ചെയ്ത് റൈഡ് ചെയ്യാം. നല്ല അടിപൊളി മൂഡാണ്. പ്ലസ് ഈ മഴയും കൂടി ഉള്ളതുകൊണ്ട് ഒന്നും പറയാനില്ല. ഇപ്പോൾ ഇത് കണ്ടോ, നിങ്ങൾക്ക് തന്നെ കാണാം, ഈ റോഡൊക്കെ കണ്ടോ നനഞ്ഞ് കാണും. ഒരു പ്രത്യേക ഭംഗിയാണ്. 2 സൈഡിലും ഫുള്ള് പച്ചപ്പൊക്കെ ആയിട്ട്. ഇത് നമ്മുടെ ഈ നാട്ടിലെ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് കേട്ടോ. പിന്നെ ഞാൻ ഈ റൈഡ് കുറേ നാളായിട്ട് പോകണമെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു റൈഡായിരുന്നു. ഇങ്ങനെ കോയമ്പത്തൂരൊന്ന് പോകണം, അതുവഴി ഊട്ടി പോകണമെന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിരുന്നതാണ്. ഇപ്പോഴാണ് സമയം കിട്ടിയത്. സോ ഈ റൈഡിൻ്റെ പുറകെ അങ്ങനെ ഒരു കാത്തിരിപ്പിൻ്റെ ഒരു വിരാമവും കൂടി ഉണ്ട് കേട്ടോ. എന്തായാലും കൊള്ളാം. അപ്പോൾ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ അന്നേരം അടിച്ച പെട്രോളാണ്, വലിയ കാര്യമായിട്ടൊന്നും കുറഞ്ഞിട്ടൊന്നുമില്ല. പിന്നെ ആകപ്പാടെ ഉള്ളൊരു അവസ്ഥയെന്ന് പറഞ്ഞാൽ ഈ റോഡാണ്. ഈ റോഡ് വലിയ കുഴികളാണ്, വലിയ മാൻഹോൾ പോലത്തെ കുഴികളാണ് എല്ലായിടത്തും. നമ്മൾ വണ്ടിയും കൊണ്ട് വരുന്ന വഴിക്ക് വളമൊക്കെ വീശിയെടുത്ത് വരുമ്പോഴായിരിക്കും ഈ കുഴി വരുന്നത്. ചാടിക്കാതല്ല വേറൊരു ഓപ്ഷനില്ല. വെട്ടിച്ച് കഴിഞ്ഞ് നനഞ്ഞ് കിടക്കുന്നതുകൊണ്ട് വണ്ടി സ്ലിപ്പാവും. സോ റിസ്ക് ഉണ്ട്. പിന്നെ നമ്മൾ വലിയ സ്പീഡിലൊന്നും ഉണ്ട് പോകുന്നത്, അത്യാവശ്യം ഒരു നോർമൽ സ്പീഡിൽ തന്നെയാണ് പോകുന്നത്. എന്തായാലും കൊള്ളാം. നമുക്ക് ബാക്കി പോകുന്ന വഴിക്ക് കാണാം.
അപ്പം നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഇതേ നമ്മൾ ഇങ്ങനെ എയർ ഇരിക്കാൻ വേണ്ടി ഒരു പമ്പിൽ നിർത്തിയേക്കുവാണ്. അപ്പം നമുക്ക് എയറൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. വണ്ടിയുടെ അവസ്ഥയൊക്കെ കണ്ടു, മൊത്തം ചെളിയാണ് ഗൈസ്. ഈ വലിയ ലോറി പോയിട്ട് മഴയും കൂടിയും പെയ്ത് മൊത്തം ചെളിയായിട്ടിരിക്കുക. അവൻ്റെ വണ്ടിയും കണ്ടു, അവൻ്റെ വണ്ടിയും ചെളിയാണ്, എൻ്റെ വണ്ടിയും ചെളിയാണ്. ഈയോടെ ഒരു പമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പം എയർ അടിച്ചിട്ട് കാണാം. അപ്പോൾ അതുകൊണ്ട് നമ്മളങ്ങനെ അങ്കമാലി ഹൈവേ കയറിയിരിക്കുകയാണ്. മൂവാറ്റുപുഴ കഴിഞ്ഞ് അങ്കമാലിയായി, അങ്കമാലിയിൽ നിന്ന് റൈറ്റ് കട്ട് ചെയ്ത് ഹൈവേ കയറിയേക്കുവാണ്. അപ്പോൾ ഇവിടെ നിന്ന് നേരെങ്കിൽ തൃശ്ശൂർ, പാലക്കാട്, അതാണ് നമ്മുടെ പ്ലാൻ. പണി ചെയ്യുന്നു, 30 ദിവസം പണി ചെയ്യുവാണ്. അപ്പോൾ എപ്പോഴേലുമൊക്കെ നമ്മുടെ സന്തോഷം നമ്മൾ നോക്കണമല്ലോ. എപ്പോഴും പണി ചെയ്തിട്ടൊന്നും കാണിക്കാനില്ല. നമ്മൾ പണി ചെയ്യുന്നു, കുറച്ചൊക്കെ പൈസ ഉണ്ടാക്കുന്നു, അത് വീട്ടിൽ കൊടുക്കുന്നു. ബാക്കി ഒരു കുറച്ച് പൈസയെങ്കിലും നമ്മുടെ കാര്യത്തിന് വേണ്ടി സ്പെൻഡ് ചെയ്യണം. ഇല്ലെങ്കിൽ അവസാനം നമുക്ക് ലാസ്റ്റ് ഒന്നും ഇല്ലാതായിപ്പോൾ. ഇതിപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏറ്റവും നല്ലൊരു മെമ്മറബിൾ ഡേ ആയിരിക്കും. അതുപോലെ നിങ്ങളും നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള മെമ്മറബിൾ ഡേ, അത് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളായിരിക്കും. എന്നെ സംബന്ധിച്ച് എനിക്ക് ഈ ബൈക്ക് ഓടിക്കുക, ഇങ്ങനെ പോവുക, കാണുക, കൂട്ടുകാരോടത്തി കുറച്ച് നേരം സ്പെൻഡ് ചെയ്യുക, അതൊക്കെയാണ് എൻ്റെ സന്തോഷം. ഓരോരുത്തർക്കും അങ്ങനെ ഓരോ ഇഷ്ടങ്ങളായിരിക്കും. സോ നമ്മൾ ജോലി ചെയ്യുക, കാശുണ്ടാക്കുക, വീട്ടുകാരെ സഹായിക്കുക, ബാക്കി ഇങ്ങനെ അടിച്ചു പൊളിക്കുക, നല്ല രീതിയിൽ അടിച്ചു പൊളിക്കുക, അത്ര പറയാനുള്ളൂ. പിന്നെ നമുക്കിപ്പോൾ ബാക്കി കാണാൻ പോകുന്ന വഴിക്ക് ബാക്കി കാഴ്ചകളൊക്കെ കാണാം. ഇനിയിപ്പോൾ എവിടെയെങ്കിലും കയറി ഒന്ന് കഴിക്കണം. അങ്ങനെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പാലക്കാടിൻ്റെ സ്വന്തം കുതിരാൻ ടണലിൻ്റെ അവിടെ നമ്മൾ എത്തിയേക്കുവാണ്. അപ്പോൾ നമുക്കിവിടെ ജസ്റ്റ് ഒന്ന് നിർത്തി ഇവിടെ ഒന്ന് കാണാം. മഴയൊക്കെ പെയ്ത് മൊത്തം മുകളിലൊക്കെ കണ്ട് മഞ്ഞ് പോലെയൊക്കെ കയറി അടിപൊളിയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്യാം. നമ്മളത് കഴിഞ്ഞ് പിന്നെ കണ്ടിന്യൂ ചെയ്ത റൈഡാണ്. നമ്മളിപ്പോൾ കുതിരാനാണുള്ളത്. മൊത്തത്തിൽ ചെളി പറ്റിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു ചെറിയ വെള്ളച്ചാട്ടമുണ്ട്. അവൻ്റെ അങ്ങോട്ട് പോയിട്ടുണ്ട്. നമുക്കൊന്ന് പോയി നോക്കാം. അപ്പുറത്തോട്ട് ഒന്ന് പോയിട്ട് വരാം. നമ്മളങ്ങ് ചെറുതായിട്ട് മൂഞ്ചി ഗൈസ്. വെള്ളച്ചാട്ടം ഉണ്ടെന്ന് ഓർത്ത് പോയതാണ്, പക്ഷേ അങ്ങോട്ട് പോകാൻ പറ്റില്ല. അവിടെ ഒരു കലിങ്ക തട്ട, അതിൻ്റെ മുകളിൽ നിന്നാണ് ഒഴുകി വരുന്നത്. കുഴപ്പമില്ല, നമുക്ക് തിരിച്ചു പോവാം. നമ്മൾ തിരിച്ച് ക്രോസ് ചെയ്യുകയാണ് ഗൈസ്. നമ്മളപ്പുറത്ത് മുഖമൊക്കെ കഴുകാമെന്ന് ഓർത്ത് പോയത്. അവിടെ ഒരു വെള്ളച്ചാട്ടമാണ്, പക്ഷെ നടക്കുമല്ല. അവിടെ ഒരു തട്ടാണ്. ഇതാണ് നമ്മുടെ പഴയ വഴി ഈ കാണുന്നത്. അപ്പോൾ നമ്മൾ റെഡിയായി. അപ്പോൾ അതെ നമ്മൾ വീണ്ടും പോകാൻ റെഡിയാണ്. അവർ നമുക്ക് ഫോട്ടോ ഒക്കെ എടുത്തായിരുന്നു. നമ്മൾ അവർക്ക് ഫോട്ടോ ഒക്കെ എടുത്തായിരുന്നു. അപ്പം എന്തേ ക്രിസ്റ്റി ഇവിടെ 2-3 ഫോട്ടോസ് ക്ലിക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൂടെയും കഴിഞ്ഞിട്ട് നമുക്ക് പയ്യെ പോവാം. എടുത്തോ? അതെ, ഞാൻ കാത്തിരുന്ന ഒരു മൊമെൻ്റാണിത്. നമ്മൾ കുതിരാൻ ടണലിലേക്ക് എൻ്റർ ആവുകയാണ്. ഞാൻ പണ്ട് കോയമ്പത്തൂർ പഠിക്കുമ്പം ബസ്സിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ആലോചിക്കും, സ്വന്തം വണ്ടി എടുപ്പിടി നിന്ന് ഈ അന്നേരമൊക്കെ ഈ നല്ല സൗണ്ട് വെച്ച് ആൾക്കാർ റബ്ബ് ചെയ്ത് പോകുന്നത് കേൾക്കാറുണ്ട്. അപ്പോൾ അതുപോലെ ഒന്ന് പോകണം. സോ ആ മൊമെൻ്റാണ് എനിക്കിപ്പോൾ കിട്ടാൻ പോകുന്നത്. ഒന്നും പറയാനില്ല. നമ്മൾ അതിൻ്റെ അകത്ത് കയറി കൈ അങ്ങോട്ട് കൊടുക്കുമ്പോൾ വണ്ടിക്കൊരു മുഴക്കമുണ്ട് ഇതിൻ്റെ അകത്ത് സൗണ്ട് കേട്ടിട്ടേ. എന്നിട്ട് നമ്മൾ ഒരു ഡൗൺ കൂടി ചെയ്യുമ്പോൾ വണ്ടി ഇങ്ങനെ ഒന്ന് മുഴങ്ങും. അടിപൊളി. അയ്യോ, അങ്ങനെ എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. നിങ്ങൾക്ക് എന്തായാലും പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ പണ്ട് കുറേ ആഗ്രഹിച്ചിട്ടുള്ളൊരു സംഭവമാണ് ഇപ്പം കഴിഞ്ഞത്. എന്തായാലും കൊള്ളാം.
ഒരു രക്ഷയില്ലാത്ത കാഴ്ചയായിട്ടോ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് എന്തായാലും കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. നമ്മുടെ നേരെ മുമ്പിലായിട്ട് ഇത് കണ്ടോ, ഇങ്ങനെ നല്ല വലിയ മലകളാണ്. അതാണ് മൊത്തം മഴ പെയ്തിട്ട് മഞ്ഞ് പോലെ മൂടി നിൽക്കുക. അതിൻ്റെ കൂടെ ഇതുപോലെ അടിപൊളി റോഡ്, രക്ഷയില്ല. എന്തായാലും കൊള്ളാം, അടിപൊളിയായിട്ട് തന്നെ പോകുന്ന റൈഡ്. എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഈ മൊമെൻ്റ്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറേ പേര് ആഗ്രഹിക്കുന്നുണ്ട്, യങ്സ്റ്റേഴ്സൊന്നും തന്നെയല്ല, എല്ലാവരും കുറേ ആളുകൾ ആഗ്രഹിക്കുന്ന ഒരു മൊമെൻ്റാണ് ഇപ്പം ഞാൻ ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ വണ്ടി എടുക്കണം, സ്വന്തമായിട്ട് പോകണം, ഇങ്ങനെ യാത്ര ചെയ്യണം എന്നുള്ളതൊക്കെ. ഞാൻ ഈ പറയുന്ന അത്ര ഒത്തിരിയൊന്നും ഇങ്ങനെ ഈ വണ്ടിയെ പോയിട്ടൊന്നുമില്ല. ഇതെൻ്റെ വെറും തുടക്കം മാത്രമാണ്. എൻ്റെ ആഗ്രഹങ്ങൾ ഞാൻ ഒഴിവ് സമയങ്ങൾ ഇങ്ങനെ തീർക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. സോ അങ്ങനെ നമ്മളിത് ടോളെത്തിയിരിക്കുകയാണ്. ഈ ടോളും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഫ്രണ്ടോട്ട് ചെല്ലുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് കുറച്ച് ഫുഡ് സ്പോട്ടൊക്കെ ഉണ്ട്. കൂടുതലും ആൾക്കാർ ഈ റൂട്ട് പോകുമ്പോൾ കയറുന്ന കടയൊക്കെയാണ്. നമുക്കപ്പം അവിടെ കയറി ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും ലൈറ്റായിട്ട് വല്ല മസാല ദോശയൊക്കെ ഒന്ന് കഴിക്കണം, ഒരു ചായ കുടിക്കണം. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കയറുകയാണ്. ഇതാണ് ഹോട്ടലിൻ്റെ പേര് ഹോട്ടൽ മലബാർ എന്നാണ്. അപ്പോൾ അകത്ത് കയറിയിട്ട് എന്ത് കഴിക്കാനുണ്ടെന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് ഫുഡ് കഴിക്കാം. അങ്ങനെ വണ്ടി രണ്ടും കൂടെ വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു മഴ പെയ്യുമെന്നാണ്, കാരണം മഴക്കാറുണ്ട്. എന്തായാലും നമുക്ക് കഴിച്ചിട്ട് നോക്കാം. സോ നമ്മളിപ്പം മലബാർ ഹോട്ടലിൽ കഴിക്കാൻ കയറിയേക്കാണ്. ഇവിടെ പാലക്കാട് കുതിരാൻ കഴിഞ്ഞ് ജസ്റ്റ് ആ ടോൾപാസ് കഴിയുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നുണ്ട്. സോ അവിടെ ഫുഡ് കഴിക്കാൻ കയറിയതാണ്. ഇവിടെ ഫുഡ് വരുമ്പം നോക്കാം. ഞാനുണ്ട്, ക്രിസ്റ്റിയും. അപ്പോൾ നമ്മുടെ മസാല ദോശ വന്നിരിക്കുകയാണ്. ക്രിസ്റ്റി, എങ്ങനെയുണ്ട്? നമുക്ക് കുറച്ച് കഴിച്ച് നോക്കാം. വാഴയിലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങിയപ്പം ഒന്ന് മഴ പെയ്ത് മാറി. വണ്ടി എടുക്കുന്നു. ഞാൻ റെയിൻ ജാക്കറ്റൊക്കെ ഇട്ട് റെഡിയായി. ഇതുണ്ട്, ഇവിടെ കുറേ അരിവാളും വാക്കത്തിയൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. അങ്ങോട്ടൊന്നും ഒത്തിരി നമ്മൾ നോക്കണ്ട, നമുക്ക് പോവാം. Let's go. അങ്ങനെ ഞാൻ എൻ്റെ കോയമ്പത്തൂർ ഊട്ടി എപ്പിസോഡിൻ്റെ ആദ്യത്തെ എപ്പിസോഡ് ഇവിടെ തീർക്കുകയാണ്. ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വരും. സോ പറ്റുമെങ്കിൽ എല്ലാവരും ഒന്നുകൂടി കാണുക, സഹിക്കുക എന്നെ. അപ്പം സെക്കൻഡ് പാർട്ടിൽ കാണാം. നമ്മുടെ അടുത്ത വീഡിയോസ് എന്ന് അപ്ലോഡ് ചെയ്യുമെന്നൊന്നും എനിക്കറിയത്തില്ല. എന്തായാലും ഉടനെ ചെയ്യണം. നല്ല മഴയുണ്ട് അങ്ങോട്ട്, നല്ല മഴയാണെന്ന് തോന്നുന്നു. സോ ബാക്കി അടുത്ത എപ്പിസോഡിൽ കാണാം. അപ്പം